ഇപ്പോൾ എൻ്റെ കൂടെ ഇന്റീരിയർ ഡിസൈനർ സ്റ്റുഡൻറ്റ് അഭിജിത്ത് ആണുള്ളത്. അഭിജിത്ത് ഇവിടെ ഇപ്പോൾ ഡിപ്ലോമ ഡിഗ്രി ഉണ്ട് അല്ലേ? അഭിജിത്ത് എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി ചെയ്യുന്നു. ഡിഗ്രി അല്ലേ? എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്? അത് വരയ്ക്കാൻ ഒരുപാട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷിച്ച് നടന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇന്റീരിയർ ഡിസൈനിങ് അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണത്. അവിടെ അന്വേഷിച്ച് വന്നപ്പോഴാണ് നമ്മൾ കേരളത്തിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ചേർന്നത്. പ്ലസ് ടു കഴിഞ്ഞ് നേരെ വന്നത്. എങ്ങനെ തോന്നുന്നു? ഈ പറഞ്ഞ പോലെ തന്നെ അത്ര ഇൻട്രസ്റ്റഡ് ആണ്? അടിപൊളിയല്ലേ? അടിപൊളി കോഴ്സ്. വെരി ഇൻട്രസ്റ്റിംഗ്. അതെ അല്ലേ? എങ്ങനെയാണ് അപ്പോൾ ഓരോ വർഷം നിങ്ങൾ 3 വർഷത്തെ കോഴ്സ്, ഓരോ വർഷം എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത് ഇവിടെ? ഓരോ വർഷം ഫസ്റ്റ് നമ്മൾ വന്നത് ID എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഫണ്ടമെന്റൽസ് ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത് IDയുടെ. പിന്നെ ഗ്രാഫിക്സ്, എസ്തെറ്റിക്സ്, ടെക്നിക്കൽ സ്കിൽസ്, അങ്ങനെ 6 സബ്ജക്റ്റ് ഉണ്ട് മൊത്തം. അതിൽ എല്ലാവരുടെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഫസ്റ്റ് ഇയർ വരുന്നത്. ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ എത്തിയിട്ടുള്ളൂ. കൂടുതൽ അറിയാൻ ആകാംക്ഷയുണ്ട്, എനിക്ക് എത്തിയിട്ടില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ്. ഫാക്കൽറ്റീസ് എങ്ങനെ? ടീച്ചേഴ്സൊക്കെ അടിപൊളി ടീച്ചേഴ്സാണ്, അടിപൊളിയായിട്ട് പഠിപ്പിച്ചിരുന്നുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോൾ ക്ലിയർ ചെയ്ത് പോകുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് അറിയുന്നില്ല നമ്മൾ. സാധാരണ ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ചെയ്യുമ്പം നമുക്ക് ഇവിടെ ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ പഠിക്കാതെ നമ്മൾ പുറത്തിറങ്ങി ഇത് പ്രാക്ടിക്കലായി ജനറലൈസ് ചെയ്യണം ഈ ഒരു കഴിവ് അല്ലേ? അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രത്തോളം നിങ്ങളെ സഹായിക്കും? അതുകൊണ്ട് ഒരുപാട് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ. ഇപ്പം അഭിജിത്ത് വേറെ ആൾക്കാരെ റെക്കമെൻഡ് ചെയ്യോ ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട്? തീർച്ചയായും. ഫ്രണ്ട്സിനോടൊക്കെ പറയോ? ഒരുപാട് ആൾക്കാർ ഇപ്പൊ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവരൊക്കെ ജോയിൻ ചെയ്യാൻ റെഡിയാണ്. പിന്നെ അതുപോലെ അഭിജിത്ത് ഇവിടുത്തെ പ്രാക്ടിക്കൽ സെക്ഷൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? പ്രാക്ടിക്കൽ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആവുന്നതിന് മുമ്പുള്ളത് തന്നെ തുടങ്ങിയിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഹാൻഡ് ഡ്രോയിങ് ആണ്, മാനുവൽ ആയിട്ടുള്ള ഡ്രോയിങ് ആണ്. അത് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ ഇവിടെ ഒന്ന് ചേർന്നത്. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇപ്പം ഭാവനയിൽ കാണാറുണ്ടോ ഒരു വീട് ഡിസൈൻ ചെയ്യുക, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ വീട് പണി നടക്കുന്നുണ്ട്. അവിടെ തന്നെ എൻ്റെ ഡിസൈൻസ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അഭിജിത്ത് ആദ്യമായിട്ട് ചെയ്യുന്നതന്നെ സ്വന്തം വീട്ടിലായിരുന്നു. ഈ ഇന്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെയധികം സ്കോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും അതിനനുസരിച്ച് നമ്മുടെ ക്രിയേറ്റിവിറ്റി വളർത്താനും കഴിയുന്ന ഒരു ഫീൽഡാണിത്. ഈ കോളേജിൽ നല്ലൊരു സ്മാർട്ടായിട്ടുള്ള ഒരു ലാബുണ്ട്. നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോകാഡ്, 3D മാക്സ്, റിവിറ്റ്, VRA, ഫോട്ടോഷോപ്പ് എന്നീ 5 സോഫ്റ്റ്വെയറുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള ഒരു എന്താ പറയുക, ഒരു കാര്യങ്ങൾ നമ്മൾ അത് അപ്ലൈ ചെയ്ത് കാണിക്കുക ഒരു ക്ലയൻറ്റിന്. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ആവശ്യപ്പെടണം, ഒരു വീടായാലും അല്ലെങ്കിൽ ഒരു ഷോപ്പിൻ്റെ ഇൻറ്റീരിയർ ആയാലും ആ ക്ലയൻറ്റ് ആവശ്യപ്പെടണം, ഞങ്ങൾക്ക് ഇത് മുൻകൂറായിട്ടൊന്ന് കാണണം. നമ്മളിത് CAD റഫ് ഡ്രോയിങ് ചെയ്ത് അത് 3D മാക്സിൽ കൊണ്ടുവന്ന് വളരെ നീറ്റായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സ് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളെ പരിചയപ്പെടാം. SNDT വിമൻസ് യൂണിവേഴ്സിറ്റി, മുംബൈ. സ്കൂൾ ഓഫ് ഇന്റീരിയർ ഡിസൈൻ, അഹമ്മദാബാദ്. കാരാവലി കോളേജ് ഓഫ് ഇന്റീരിയർ ഡെക്കറേഷൻ, മാംഗ്ലൂർ. കോളേജ് ഓഫ് ആർട്ട് ആൻഡ് ഡിസൈനിംഗ്, ചെന്നൈ. നോയൽ കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈൻ, എറണാകുളം. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിബറൽ ആർട്സ് ആൻഡ് മാനേജ്മെന്റ് സയൻസ്, കൽക്കട്ട. ഇന്റീരിയർ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് തുടക്കത്തിൽ തന്നെ ആകർഷകമായ വരുമാനമാണ് ലഭിക്കുന്നത്. ഇന്ത്യക്കകത്ത് ജോലി ചെയ്യുന്നവർക്ക് തന്നെ തുടക്കത്തിൽ 10,000 രൂപ മുതൽ 75,000 രൂപ വരെ വരുമാനം ലഭിക്കുന്നുണ്ട്. ഇനി കോഴ്സ് കഴിഞ്ഞിറങ്ങിയവർക്ക് പ്രധാനമായും എവിടെയൊക്കെ തൊഴിൽ നേടാമെന്ന് നോക്കാം. ടൗൺ പ്ലാനിംഗ് ബ്യൂറോ, ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് ചെയിൻ, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്, എക്സിബിഷൻ ഓർഗനൈസിംഗ് കമ്പനി.